ഏവർക്കും നമസ്കാരം. ജൂൺ മാസം 1-ാം തീയതി ഞായറാഴ്ച മുതൽ ജൂൺ മാസം 30-ാം തീയതി തിങ്കളാഴ്ച വരെയുള്ള മാസഫലങ്ങൾ മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും എന്തെല്ലാം ഫലങ്ങൾ നൽകുന്നുവെന്നാണ് ഇന്ന് നാം ഇവിടെ ഈ പരമ്പരയിൽ വിശകലനം ചെയ്യുന്നത്. അതിന് മുന്നോടിയായി ജൂൺ മാസത്തെ നവഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം. സൂര്യൻ ജൂൺ 14-ാം തീയതി വരെയും ഇടവരാശിയിലും തുടർന്ന് ജൂൺ 15-ാം തീയതി മുതൽ മിഥുനരാശിയിലും സഞ്ചരിക്കുന്നു. ചൊവ്വ ജൂൺ 6-ാം തീയതി വരെയും തൻ്റെ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു. എന്നാൽ ജൂൺ 7 മുതൽ തൻ്റെ നീചാവസ്ഥയിൽ നിന്നും മുക്തനായി ചൊവ്വ ചിങ്ങരാശിയിലേക്ക് പ്രവേശിക്കുന്നു. ബുധൻ ഈ മാസം 3 രാശികളിലായി സഞ്ചരിക്കുന്നു. ജൂൺ 5-ാം തീയതി വരെയും ബുധൻ ഇടവരാശിയിലാണ് സഞ്ചരിക്കുക. എന്നാൽ ജൂൺ 6-ാം തീയതി ബുധൻ തൻ്റെ സ്വക്ഷേത്രമായ മിഥുനത്തിൽ പ്രവേശിക്കുകയും തുടർന്ന് ജൂൺ 21 വരെയും മിഥുനരാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ജൂൺ 22-ാം തീയതി ബുധൻ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു. വ്യാഴം മിഥുനരാശിയിൽ സഞ്ചരിക്കുന്നു. ശുക്രൻ ജൂൺ മാസം 28 വരെയും മേടരാശിയിലാണ് സഞ്ചരിക്കുക. 29-ാം തീയതി ഇടവരാശിയിൽ ശുക്രൻ പ്രവേശിക്കും. അതായത് ജൂൺ മാസത്തിലെ 30 ദിവസങ്ങളിൽ 28 ദിവസവും ശുക്രൻ സഞ്ചരിക്കുന്നത് മേടരാശിയിൽ ആകുന്നു. ശനി മീനത്തിൽ സഞ്ചരിക്കുന്നു. രാഹുകേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി സഞ്ചരിക്കുന്നു. അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹസഞ്ചാരങ്ങളെ ആധാരമാക്കി നമുക്ക് ജൂൺ മാസ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം. കുംഭക്കൂർ അവിട്ടം 2-ാം പകുതി, ചതയം, പൂരോരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ 4, 5 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. ഈ 2 ഭാവങ്ങളും സൂര്യൻ്റെ അനിഷ്ടഭാവങ്ങൾ ആകയാൽ പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെയാകും സൂര്യൻ ഈ മാസം ഈ കൂറുകാർക്ക് നൽകുക. 4-ാം ഭാവം എന്നത് കുടുംബത്തെ കുറിക്കുന്ന ഭാവമാകയാൽ ഈ ഭാവത്തിലൂടെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിലൊരു സുഖക്കുറവ്, മനസ്സമാധാനക്കുറവ്, ശാരീരികവും മാനസികവുമായ ചില അസ്വസ്ഥതകൾ എന്നിവയെല്ലാം സൃഷ്ടിക്കാം. തുടർന്ന് സന്താനഭാവം എന്നറിയപ്പെടുന്ന 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് സന്താനങ്ങൾക്ക് ക്ലേശങ്ങൾ, വിദ്യാതടസ്സം, ചില ആരോഗ്യ പ്രശ്നങ്ങൾ, ശത്രുശല്യം എന്നിവയെയും സൃഷ്ടിക്കാം. കുംഭക്കൂറുകാരുടെ രാശ്യാധിപനായ ശനി ഈ കൂറുകാരുടെ 2-ാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. അതായത് 7.5 ശനിക്കാലം. എങ്കിലും 7.5 ശനിക്കാലത്ത് താരതമ്യേന ദോഷങ്ങൾ കുറവായി അനുഭവപ്പെടുന്ന കാലമാകും ഇത്. കൂടാതെ സർവീശ്വരകാരകനായ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് എന്നതും ശനിദോഷങ്ങൾക്ക് ഒരു അയവ് നൽകും. എങ്കിലും 2-ാം ഭാവം ധനത്തെ കുറിക്കുന്നു എന്നതിനാൽ ഈ സമയത്ത് ധനപരമായ ക്രയവിക്രയങ്ങൾ, ഇടപാടുകൾ, വലിയ അളവിൽ പണം നിക്ഷേപിച്ചുള്ള സംരംഭങ്ങൾ എന്നിവയിൽ ഏർപ്പെടുമ്പോൾ വളരെ സൂക്ഷ്മത പാലിക്കുക. ചൊവ്വ ഈ കൂറുകാരുടെ 6, 7 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 6-ാം ഭാവം എന്നത് ശത്രുക്കൾ, രോഗം, കടങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്നു. എന്നാൽ ചൊവ്വ അനിഷ്ടഭാവമായ ഈ ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഏറെ നല്ല ഫലങ്ങളെയാണ് സമ്മാനിക്കുക. ചൊവ്വ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സകല ദുരിതങ്ങൾക്കും പ്രതിസന്ധികൾക്കും അറുതി വരുത്തും. ശത്രുക്കൾ പോലും ഈ സമയത്ത് നിഷ്പ്രഭർ ആകും. നല്ല ആത്മവിശ്വാസം, ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളെയും നേരിടുവാനുള്ള ആത്മബലം, ഊർജം, പോരാട്ടവീര്യം എന്നിവ ഈ രാശിജാതർക്ക് ചൊവ്വ നൽകും. വിദ്യാർത്ഥികൾക്കും ഈ സമയം മത്സരവീര്യം ഉയർന്ന് കാണപ്പെടും. എന്നാൽ തുടർന്ന് 7-ാം തീയതി മുതൽ പ്രണയം, ദാമ്പത്യം, വിവാഹം എന്നിവയെല്ലാം കുറിക്കുന്ന 7-ാം ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുന്നത് ദോഷകരമായ ഫലങ്ങളെ നൽകാം. 7-ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് പ്രണയ, ദാമ്പത്യ ബന്ധങ്ങളിൽ വിള്ളലുകൾ, കലഹങ്ങൾ, ജീവിത പങ്കാളിക്ക് രോഗവൈഷമ്യങ്ങൾ, കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം. ബുധൻ ഈ കൂറുകാരുടെ 4, 5, 6 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. ജൂൺ 5 വരെയും ഈ കൂറുകാരുടെ കുടുംബഭാവം എന്ന് അറിയപ്പെടുന്ന 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ കുടുംബസൗഖ്യം, ശരീരസുഖം, മനസ്സുഖം, ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം എന്നിവയെല്ലാം നൽകും. കൂടാതെ ഈ സമയത്ത് ധനപരമായും ഈ കൂറുകാർക്ക് ഉന്നതി ഉണ്ടാകും. എന്നാൽ ജൂൺ 6 മുതൽ ഈ കൂറുകാരുടെ 5-ാം ഭാവത്തിൽ പ്രവേശിക്കുന്ന ബുധൻ ഇവർക്ക് ചില അനിഷ്ടഫലങ്ങളെ നൽകാം. കാര്യവിഘ്നം, കാലതാമസം, സന്താനങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയെ 5-ൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ സൃഷ്ടിക്കാം. എന്നാൽ തുടർന്ന് ജൂൺ 22-ാം തീയതി മുതൽ ഈ കൂറുകാരുടെ 6-ാം ഭാവത്തിൽ ബുധൻ പ്രവേശിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് വളരെ ഗുണാനുഭവങ്ങളെ നൽകും. തൽഫലമായി ഇവർക്ക് ശരീരസുഖം, മനസ്സുഖം, കാര്യവിജയം, രോഗമുക്തി, ശത്രുനാശം
എന്നിവയെല്ലാം അനുഭവത്തിൽ വരും. വ്യാഴം ഈ കൂറുകാരുടെ 5-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. 5-ാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നാകുന്നു. 5-ാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത്. കൂടാതെ 5-ാം ഭാവം ബുദ്ധിശക്തി, ഓർമ്മശക്തി, പൂർവ്വപുണ്യം, വാതുവെപ്പ്, ഭാഗ്യക്കുറി എന്നിവയെയും കുറിക്കുന്നു. 5-ാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവമാകയാൽ വ്യാഴം ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകുന്നു. പ്രധാനമായും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് വളരെ നേട്ടങ്ങൾ, സന്തോഷിക്കാനുള്ള വകകൾ എന്നിവയെല്ലാം ഉണ്ടാകും. സന്താനങ്ങൾ ഇല്ലാതെ ദുഃഖിക്കുന്നവർക്ക് സന്താനഭാഗ്യം ഈ സമയത്ത് ഉണ്ടാകും. സന്താനങ്ങളുടെ പഠനം ഈ സമയം ഏറ്റവും മികച്ചതാകും. ബുദ്ധിപരമായി ഏറെ ഉയർച്ച, മികച്ച പ്രകടനങ്ങൾ എന്നിവ ഉണ്ടാകും. കർമ്മമേഖലയിലും ഈ സമയത്ത് വളരെ പുരോഗതി ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ വളരെയധികം ഐക്യം, ക്ഷേമം, ഐശ്വര്യം, സ്നേഹം എന്നിവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകും. ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം ഇക്കാലത്ത് പുലർത്തും. 5-ാം ഭാവം എന്നത് പൂർവ്വ പുണ്യസ്ഥാനത്തെ കുറിക്കുന്നു എന്നതിനാൽ പൂർവ്വപുണ്യവും സുഹൃതവും ഗുരുത്വവും വ്യാഴം 5-ൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ ആണ്. തൽഫലമായി ഏത് പ്രവൃത്തികളും ലക്ഷ്യത്തിലും വിജയത്തിലും ഈ കൂറുകാർ എത്തിച്ചേരും. ശുക്രൻ ഈ കൂറുകാരുടെ 3-ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. സഹോദരഭാവം, പരാക്രമഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകും. സഹോദര ഗുണം, ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം, സമൂഹത്തിൽ നല്ല പേര്, ശത്രുവിജയം എന്നിവയെല്ലാം ശുക്രൻ 3-ൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നുചേരും. കൂടാതെ ശുക്രൻ ഈ കൂറുകാർക്ക് ആത്മവിശ്വാസം, ശൗര്യം എന്നിവയെയും നൽകും. അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനുള്ള ഒരു ആത്മബലം, മനോബലം, ഊർജ്ജം എന്നിവ ഇവർക്ക് വന്നുചേരും. തൽഫലമായി ഒരിക്കലും വിജയത്തിൽ എത്തില്ല എന്ന് മുദ്ര കുത്തിയ പ്രവർത്തികൾ പോലും ഈ കൂറുകാർ വിജയത്തിൽ എത്തിക്കും. ഔദ്യോഗികമായും കുടുംബപരമായും സാമൂഹികമായും എല്ലാം ഏറെ ഗുണാനുഭവങ്ങൾ, ക്ഷേമം എന്നിവ ഇവർ ഇക്കാലത്ത് പുലർത്തും. നേതൃഗുണം, പാടവം എന്നിവ ഇവർക്ക് ഏറെ വർദ്ധിക്കുകയും ചെയ്യും. രാഹു ഈ കൂറുകാരുടെ ജന്മത്തിലാണ് സഞ്ചരിക്കുന്നത്. ജന്മരാശി അഥവാ 1-ാം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവമല്ല. അതുകൊണ്ട് തന്നെ ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന രാഹു ഈ കൂറുകാർക്ക് പ്രതികൂലമായ ചില ഫലങ്ങളെ നൽകാം. സ്വന്തം വ്യക്തിത്വം, ചിന്തകൾ, പ്രവർത്തികൾ എന്നിവയെല്ലാം ഈ ഭാവത്തെ കൊണ്ടാണ് ചിന്തിക്കുന്നത്. ഈ സമയത്ത് വ്യക്തിത്വപരമായി ചില പ്രതിസന്ധികൾ, വേറിട്ട ചിന്തകൾ, പ്രവർത്തികൾ എന്നിവയെല്ലാം ഉണ്ടാകാം. കൂടാതെ യാത്രാക്ലേശം, അലച്ചിൽ എന്നിവയും ഉണ്ടാകുന്നതാണ്. രാഹു ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ആരോഗ്യപരമായ ക്ലേശങ്ങൾ, രോഗാരിഷ്ടതകൾ എന്നിവ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ സ്വന്തം ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ഇവർ പുലർത്തുക. കേതു ഈ കൂറുകാരുടെ 7-ാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഈ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന കേതു ഇവർക്ക് അനിഷ്ടഫലങ്ങളെ നൽകും. 7-ാം ഭാവം എന്നത് പ്രണയബന്ധങ്ങൾ, ദാമ്പത്യബന്ധങ്ങൾ, കുടുംബബന്ധം എന്നിവയെല്ലാം കുറിക്കുന്നു. കൂടാതെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്, കൂട്ടായ സംരംഭങ്ങൾ, പ്രവർത്തികൾ എന്നിവയെയും കുറിക്കുന്നത് ഇതേ ഭാവം കൊണ്ട് തന്നെ. കേതു ഈ ഭാവത്തിൽ പ്രതികൂലമായി സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് പ്രണയ, ദാമ്പത്യ, കുടുംബ ബന്ധങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ, വാക്തർക്കങ്ങൾ, മാനസികമായ അകൽച്ച എന്നിവയിലേക്ക് വഴിതെളിക്കാം. കൂടാതെ ബിസിനസ് പാർട്ട്ണറുമായി ഈഗോ പ്രശ്നങ്ങൾ, തെറ്റിദ്ധാരണകൾ എന്നിവയും ഈ സമയത്ത് ഉടലെടുക്കാം. അപ്പോൾ കുംഭക്കൂറുകാർക്ക് വ്യാഴം ഏറ്റവും അനുകൂലനായി ഭവിക്കുന്നു. ശുക്രനും ഈ കൂറുകാർക്ക് ധനപരമായ ഉന്നതികളെ നൽകി ഏറ്റവും ഗുണഫലദാതാവാകുന്നു. ചൊവ്വ, ബുധൻ എന്നിവർ ഭാഗികമായി ഗുണാനുഭവങ്ങളെ നൽകുന്നു. സൂര്യൻ, ജന്മത്തിലെ രാഹു, 7-ലെ കേതു എന്നിവർ പ്രതികൂലരായും ഭവിക്കുന്നു. 7-ലെ കുജനും കേതുവും ദാമ്പത്യബന്ധങ്ങളിൽ നല്ല ഒരു കരുതലും സംയമനവും, ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധയും, വാക്കുകളിൽ ഒരു സംയമനവും സൗമ്യതയും വേണമെന്ന് ഈ കൂറുകാരെ ഓർമ്മിപ്പിക്കുന്നു. സർവേശ്വരകാരകനായ വ്യാഴം ഏറ്റവും അനുകൂലനായി സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈ ദോഷങ്ങളെയെല്ലാം ഒട്ടൊക്കെ വ്യാഴം പ്രതിരോധിക്കും. അത് ഈ കൂറുകാർക്ക് വലിയ സുരക്ഷയും സമാധാനവും നൽകുന്നു. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.